ഹായ് ഫ്രണ്ട്സ്, ഞാൻ Santhosh. നമ്മൾ അടുത്ത ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് ചിക്കൻ നൂഡിൽസ് ആണ്. അതിന് നമുക്ക് വേണ്ടി ഇൻഗ്രീഡിയൻസ്: ബോയിൽ ചെയ്ത ചിക്കൻ, ചോപ്പ് ചെയ്ത ഗാർലിക്, ക്യാപ്സിക്കം ജൂലിയൻ സൈസ് സ്ലൈസ് ചെയ്ത്, അതേപോലെ തന്നെ സ്ലൈസ് ചെയ്ത ക്യാബേജ്, ക്യാരറ്റ്, ഒനിയൻ, പിന്നെ മുട്ട. ഒരു മുട്ട നമ്മൾ സ്ക്രാമ്പിൾ ചെയ്യാൻ എടുക്കുന്നുണ്ട്. ഇത് പ്ലെയിൻ ഓംലെറ്റ് ഉണ്ടാക്കിയ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തതാണ്. ഇത് എഗ് നൂഡിൽസ് ആണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ അല്പം സോയാ സോസും അല്പം ഷുഗറും സോൾട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് നേരെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ഇപ്പം നമ്മൾ നല്ലതായിട്ട് തീ വരുന്നൊരു ബേർണറിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുട്ട സ്ക്രാമ്പിൾ ആദ്യം തീ കത്തിക്കാം. അതിലേക്ക് ഒരു ചീനച്ചട്ടി വെക്കുക. കടായി ഇല്ലാത്തതുകൊണ്ടാണ് ചീനച്ചട്ടി ഉപയോഗിക്കുന്നത്. തീ അല്പം കുറയ്ക്കുക. അതിലേക്ക് അല്പം എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് നമ്മൾ മുട്ടയിട്ട് സ്ക്രാമ്പിൾ ഇട്ടുണ്ടോ. ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുട്ടയിട്ട് സ്ക്രാമ്പിൾ ഇട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. സ്ക്രാമ്പിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതേ ചട്ടിയിലോട്ട് തന്നെ നമ്മൾ അല്പം എണ്ണ ഒഴിച്ചിട്ട് ഗാർലിക് ഇടുക. ഗാർലിക്കിൻ്റെ ആ ഫ്ലേവർ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് സവാള, ഒനിയൻ ഇടുക. ഞാൻ ജൂലിയനായിട്ട് കട്ട് ചെയ്ത ഒനിയനാണ്. ഇതൊക്കെ സോട്ടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നമ്മുടെ ജൂലിയനായിട്ട് അരിഞ്ഞ് ചെയ്യുന്ന വെജിറ്റബിൾസ് ഇടുക. ആദ്യം ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ ക്യാബേജ്. ഇതിലേക്ക് അല്പം കുരുമുളക് പൊടിയും സോൾട്ട് ഇടുക. അതിൻ്റെ വഴി കൊടുക്കുക. നന്നായി ടോസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പ്ലെയിൻ ബ്രോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലായിട്ട് ഇടുക. ഒന്നുകൂടെ ടോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ നൂഡിൽസ് ഇടുകയാണ്. നന്നായി ഒന്ന് സോട്ട് ചെയ്യുക. അതിൻ്റെ എല്ലായിടത്തേക്കും പിടിപ്പിക്കുക.
ഇതിലേക്ക് അല്പം സോയാ സോസ് നമ്മൾ ഒഴിക്കാൻ പോവാണ്. ലൈറ്റ് സോയാ സോസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ സ്റ്റാമ്പ് ചെയ്ത് വെച്ച് എഗ്ഗ് ഇടാൻ പോവാണ്. ഇന്ന് നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് സോട്ട് ചെയ്യാൻ പോവാണ്. തീ കൂട്ടി വെച്ച ശേഷം ടോസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇനി നമുക്കിത് പ്ലേറ്റിങ്ങിലേക്ക് പോകാം. ഇനി ഇത് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ ഇപ്പം നമ്മൾ ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കി ഇത് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ബോയിൽഡ് എഗ്ഗ് വെക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ച് എഗ്ഗ് ഇതിൻ്റെ മണ്ടക്കോട്ട് ഇടുക. ഇതാണ് നമ്മൾ ഇന്നുണ്ടാക്കിയ ഡിഷ് ചിക്കൻ നൂഡിൽസ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിഷ് ചിക്കൻ നൂഡിൽസ്. അപ്പോൾ എൻ്റെ വീഡിയോ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങൾ ഇതിന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.